മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരൻ റാണ ഇപ്പോൾ എൻഐക്ക് മുമ്പിൽ ചില കുറ്റം ഏറ്റുപറഞ്ഞതായിട്ടുള്ള സൂചനകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, ഈ ഒരു ആക്രമണത്തിൽ ഇന്ത്യയിൽ ഒരു ഒരു സംഘടനയുടെ സഹായം റാണയ്ക്ക് ലഭിച്ചിരുന്നതായിട്ടും ചില സൂചനകൾ കിട്ടുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും റാണ കുറ്റസമ്മത മൊഴി കൊടുത്തിരിക്കുന്നു, കുറ്റം ഏറ്റു പറഞ്ഞിരിക്കുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതെ, മുംബൈ ഭീകരാക്രമണത്തിലടക്കം തനിക്ക് പങ്കുണ്ട്, തന്നോടൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു, പ്രധാനപ്പെട്ട ആരൊക്കെയാണ് എന്ന വിവരങ്ങളാണ് റാണ NIAക്ക് മുന്നിൽ ഏറ്റു പറഞ്ഞിരിക്കുന്നത്. റാണ പറയുന്ന കാര്യങ്ങളെ NIA സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും അപഗ്രഥിക്കുകയും ചെയ്ത് അത് വിലയിരുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. റാണ പറയുന്നത് അക്ഷരം പ്രതി അങ്ങ് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയല്ല, അത് ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് ശരിയാണോ, അതിനകത്ത് എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടോ എന്നുള്ളത് NIA ഉദ്യോഗസ്ഥന്മാർ ഒരു വലിയ ടീമാണ് ഇത് അന്വേഷിക്കുന്നത്. നമ്മളീ പുറത്ത് കാണുന്നത് പോലെ 13ഉം 8ഉം ഒന്നുമല്ല. ഇപ്പോൾ കേരളത്തിൽ നിന്ന് 8 NIA ഉദ്യോഗസ്ഥരെ ഡൽഹിയിലേക്ക് അയച്ചിട്ടുണ്ട്. കാരണം റാണ കേരളത്തിൽ വരികയും കൊച്ചിയിൽ താമസിക്കുകയൊക്കെ ചെയ്തതാണ്. ഇവിടെ ചിലരെയൊക്കെ കണ്ടു, അതിൻ്റെ വിശദാംശങ്ങളും ഒക്കെ NIAക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള പ്രഗത്ഭരായ 8 NIA ഉദ്യോഗസ്ഥരെ ഡൽഹിയിലേക്ക് അയച്ചിട്ടുണ്ട്. അവർ ഇതിൽ പങ്കുചേരുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നത് പോലെ, അറിയുന്നത് പോലെ ഈ 20ഓ 30ഓ ഉദ്യോഗസ്ഥരല്ല, ഒരു വലിയ ടീമാണ് ഇതിൻ്റെ പുറകിലുള്ളത്. ഇത് 24 മണിക്കൂറും ഇതിനെക്കുറിച്ച് കൃത്യമായ മോണിറ്ററിങ് നടക്കുന്നുണ്ട്. അത് അജിത് ഡോവലിന് റിപ്പോർട്ട്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അദ്ദേഹം അതെല്ലാം പരിശോധിക്കുന്നുണ്ട്, അതങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ റാണ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു, തെറ്റ് ഏറ്റു പറഞ്ഞിരിക്കുന്നു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഇന്ത്യയിൽ നിന്ന് ഒരു ഭീകര സംഘടന ഈ മുംബൈ ഭീകരാക്രമണം നടത്തുന്നതിന് വേണ്ടുന്ന കളമൊരുക്കലിന് റാണയെ സഹായിച്ചിരിക്കുന്നു. അത് മറ്റാരുമല്ല, ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടനയാണ്. പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച കർണാടകയിലെ ഭട്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഭട്കൽ സഹോദരന്മാർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അവരൊക്കെ പിന്നീട് അറസ്റ്റിലായി. ആ ഗ്രൂപ്പ്, ആ ഭീകര സംഘടന റാണയെ സഹായിച്ചു എന്നാണ് അറിയുന്നത്. ഈ ഭീകര സംഘടന ശരിക്കും കറാച്ചിയിൽ, പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് ഇത് ജന്മമെടുക്കുന്നത്. കറാച്ചിയിൽ നിന്നാണ് അത് ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നത്. കൃത്യമായിട്ടും അതിന് ഈ പറയുന്നത് പോലെ ലഷ്കർ-ഇ-തോയ്ബയുടെ ഒരു സഹോദര സംഘടനയായിട്ടാണ് അത് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദക്ഷിണേന്ത്യയിലെ ലഷ്കറിൻ്റെ ദക്ഷിണേന്ത്യൻ കമാൻഡർ ഉണ്ടായിരുന്നു, തടിയൻ്റെവിടെ നസീർ. ഇപ്പോൾ തടിയൻ്റെവിടെ നസീർ ശിക്ഷിക്കപ്പെട്ട്, ഈ ഭീകരവാദ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ്. ആ തടിയൻ്റെവിടെ നസീറുമായിട്ട് ഇന്ത്യൻ മുജാഹിദീന് വളരെ അടുത്ത ബന്ധമുണ്ട്. ഇന്ത്യൻ മുജാഹിദീനുമായി ബന്ധപ്പെട്ടാണ് ഈ കേരളത്തിൽ നിന്ന് 4-5 ചെറുപ്പക്കാരെ കാശ്മീരിലേക്ക് വിശുദ്ധ യുദ്ധത്തിന് റിക്രൂട്ട് ചെയ്തത് തുടങ്ങിയ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഇന്ത്യൻ മുജാഹിദീന് ലഷ്കർ-ഇ-തോയ്ബയ്ക്കും ബാംഗ്ലൂർ സ്ഫോടനത്തിലടക്കം പങ്കുണ്ട് എന്ന് പറയപ്പെടുന്നു. ആ കേസുകളെല്ലാം ഇപ്പോൾ പലതിലും പ്രതികളെ കണ്ടെത്തി വിചാരണ നടത്തി ശിക്ഷിക്കപ്പെട്ടു. ചിലതൊക്കെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നു. ആ കേസുകൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടന, അതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്ന ആള് നമ്മുടെ ഈ ദുബായിൽ വെച്ച് റാണയെ കണ്ടു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ച് നമ്മൾ വാർത്ത പുറത്തു വിട്ടിരുന്നു. അതായത് ഈ ലഷ്കർ-ഇ-തോയ്ബ സ്ഥാപകനായ ഹാഫിസ് സെയ്ദ്, അസദ് മസൂർ തുടങ്ങിയ ആൾക്കാർ, ഈ പറയുന്ന മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരൻ എന്ന് പറയുന്നത് ഈ ഹാഫിസ് സയ്യിദാണ്. ഹാഫിസ് സയ്യിദിന്റെ വലം കൈയാണ് ഈ സാജിദ് മിർ. ഇയാളെയാണ് ദുബായിൽ വെച്ച് റാണ കണ്ടത്. ഈ ശരിക്കും സാജിദ് മിറാണ് ഇന്ത്യൻ മുജാഹിദീൻ സ്ഥാപിക്കുന്നത് കറാച്ചിയിൽ. അപ്പോൾ സാജിദ് മിർ ചെറിയ മീനല്ല, ഒരു വലിയ പുള്ളിയാണ്. സാജിദ് മിറുമായിട്ട് ഈ റാണ കാണുന്നതിൻ്റെ പുറകിൽ മറ്റൊരു ദുരൂഹത കൂടെയുണ്ട്. ഈ സാജിദ് മിർ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ അധോലോക ബന്ധങ്ങളുള്ള ഡി കമ്പനി എന്നറിയപ്പെടുന്ന ഗ്രൂപ്പുമായിട്ട് ബന്ധമുള്ളതാണ്. നമുക്കറിയാം, ഈ ഡി കമ്പനിയുടെ പ്രധാന പദവിയിലിരിക്കുന്നയാൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന തലവൻ എന്ന് പറയുന്നത് ദാവൂദ് ഇബ്രാഹിമാണ്. ഈ ദാവൂദ് ഇബ്രാഹിമുമായിട്ട് സാജിദ് മിറിന് ബന്ധമുണ്ട്. അതുപോലെ തന്നെ റാണയും അതുവഴി സാജിദ് മിർ വഴി ദാവൂദുമായി ബന്ധം സ്ഥാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുംബൈ ഭീകരാക്രമണത്തിലും ദാവൂദ് ഇബ്രാഹിമിന് പങ്കുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.
എന്തായാലും ഈ ഇന്ത്യൻ മുജാഹിദീൻ്റെ പങ്ക് റാണ കൃത്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. എന്തായാലും അതിനെ സംബന്ധിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. മാത്രമല്ല, ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത് കൊച്ചിയിലാണെന്നുള്ളൊരു വാർത്ത നമുക്ക് അതും സത്യമാണ്. റാണ ഞാൻ ഇന്ത്യയിൽ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് കൊച്ചിയിലാണ്, കേരളത്തിലാണ് എന്നുള്ള വിവരവും ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. കൊച്ചിയിൽ മാത്രമല്ല, തിരുവനന്തപുരത്തും റാണ വന്നിരുന്നു എന്ന് സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. അതിനെ സംബന്ധിച്ച് NIA ഒന്നും പുറത്തു വിടുന്നില്ല. എന്തിനാണ് തിരുവനന്തപുരത്ത് വന്നത്? ഇങ്ങനെ അഭ്യൂഹങ്ങൾ പടരുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രം ലക്ഷ്യമിട്ടാണ് വന്നത്, അവിടുത്തെ ഈ അമൂല്യമായ സ്വർണ്ണശേഖരം ആണ് റാണ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തോതിൽ നമുക്കറിയാം. മലയാളിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്തയും കൂടെ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു കൊച്ചിയിൽ അല്ല, അത് ഒരാൾ NIA-യുടെ കസ്റ്റഡിയിലുണ്ട്, റാണയെ സഹായിച്ചയാളാണ്. പക്ഷെ അത് ആരാണ് എന്നുള്ള വിവരം അവർ പുറത്തുവിട്ടിട്ടില്ല. ചില മാധ്യമങ്ങളുടെ ഊഹമാണ്, ചില മാധ്യമങ്ങളുടെ ഒരു സ്പെക്കുലേഷനാണ് ഈ ഒരു മലയാളി NIA കസ്റ്റഡിയിലുണ്ട്. കാരണം ഇയാൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് കേരളത്തിലാണ്. മാത്രമല്ല, ആലുവയിലുള്ള KP സാബിർ എന്ന് പറയുന്ന ഈ കാശ്മീർ റിക്രൂട്ടിംഗ് കേസിലെ മുഖ്യ പ്രതിയായ KP സാബിറുമായിട്ട് ഇയാൾ കണ്ടിരുന്നു. ഈ സാബിർ മാത്രമാണ് അതിൽ രക്ഷപ്പെട്ടത്, അന്ന് മരിക്കാതെ. അപ്പോൾ സാബിറുമായിട്ട് കണ്ടു. സാബിറിന് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ളയാളാണ്. സാബിറിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ദുരൂഹതകളുണ്ട്. ഈ എന്താ പറയണ്ടേ, കൊച്ചിയിൽ റാണ വന്നത് തന്നെ ഈ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ടൊരു കമ്പനി നടത്തുന്നുണ്ട്, ഈ റിക്രൂട്ടിംഗ്, വിദേശ റിക്രൂട്ടിംഗ്. അപ്പോൾ ജോലിക്കായിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയിൽ ജോലിക്ക് ആളെ എടുക്കുന്നു എന്ന് പറഞ്ഞ് ഇന്റർവ്യൂ സംഘടിപ്പിച്ചിരുന്നു. ആ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പല ആൾക്കാരും, പത്രപരസ്യം കണ്ട ആൾക്കാർ ജോലിക്ക് താല്പര്യമുള്ളവരെ അയക്കുമല്ലോ, അപ്പൊ അവരെ ഇന്റർവ്യൂവിന് വിളിച്ചിരുന്നു. ആ കൂട്ടത്തിലാണ് ഈ സാബിറും അവിടെ എത്തി ഇന്റർവ്യൂവിന് എന്ന വ്യാജേന അവിടെ വരികയും റാണയെ കാണുകയും ചെയ്തത്. അതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. ഈ സാബിറുമായിട്ട് എന്താണ് ചർച്ച ചെയ്തത്, സാബിർ ഇപ്പോൾ എവിടെയാണ്, തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ മറ്റു പലരെയും, നമ്മുടെ രാജ്യം തേടുന്ന പല ഭീകരന്മാരുമായിട്ടും റാണയ്ക്ക് കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചു എന്നുള്ള വിവരവും. ഒരു പക്ഷേ ഈ സംഘടനയുമായി ബന്ധപ്പെട്ടതിൻ്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ ചിലപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലും കണ്ടെന്നിരിക്കാമല്ലേ? തീർച്ചയായിട്ടും അതിന്റെ തെളിവുകളെല്ലാം ഇവിടെ ഉണ്ട്. റാണയെ എന്തായാലും ഈ 18 ദിവസത്തിനുള്ളിൽ കൊച്ചിയിൽ എത്തിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അത് കസ്റ്റഡി കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ റാണയെ കൊച്ചിയിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പും മറ്റു കാര്യങ്ങളും ഈ താമസിച്ച ഹോട്ടലിലടക്കം കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്ന് തെളിവെടുക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായ ഒരു വ്യക്തമായ ഉത്തരം NIA തരുന്നില്ല. NIA-യുടെ പദ്ധതി എന്താണ് എന്ന് ഒരു മാധ്യമങ്ങൾക്കും ചോർന്ന് കിട്ടുന്നില്ല. വളരെ കൃത്യമായി, വളരെ സൂക്ഷ്മമായി, വളരെ ജാഗ്രതയോടെ ആണ് NIA ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. ഒരു മാധ്യമങ്ങൾക്കും സത്യത്തിൽ ഇതിൻ്റെ വിവരങ്ങൾ പുറത്ത് കിട്ടുന്നില്ല. NIA കൊടുക്കുന്ന വിവരങ്ങൾ, NIA സ്ഥിരീകരിച്ച വിവരങ്ങൾ മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതിൽ ഇപ്പോൾ പുറത്ത് കിട്ടിയ ചില സൂചനകൾ, ചില റിപ്പോർട്ടുകൾ ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ വിവരം ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് പ്രേക്ഷകരുമായിട്ട്. അതിനപ്പുറത്തേക്ക് വാസ്തവത്തിൽ കൃത്യമായ യാതൊരു ഈ പറയുന്നത് പോലെ സ്ഥിരീകരണവും NIA-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകളൊന്നുമില്ല. പിന്നെ മാധ്യമങ്ങൾ അവരുടെ ഒരു സ്പെക്കുലേഷൻ അനുസരിച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. റാണ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു, തെറ്റേറ്റു പറഞ്ഞിരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് താൻ ഇന്ത്യയിൽ വന്ന് എന്തൊക്കെ ചെയ്തു, കൊച്ചിയിൽ കേരളത്തിൽ വന്ന് ആരെയൊക്കെ കണ്ടു, എന്തൊക്കെയായിരുന്നു പ്ലാനിങ്, മുംബൈ അറ്റാക്കിന് ശേഷം പ്ലാൻ ചെയ്തത് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പുറത്തു വരാനുണ്ട്. അത് പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.